ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി ശിവാനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ വസുന്ധരയുടെ അടുത്തോട്ട് ഈശ്വരമംഗലത്തോട്ട് വന്നത് എന്നുള്ള സത്യം ഇനി നിധി മനസ്സിലാക്കണം കേട്ടോ. തൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നത്. ഈ അഭിനയമെല്ലാം തൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാനുള്ള അഭിനയമാണെന്നുള്ള ഈ ശിവാനിയുടെ വായിൽ നിന്ന് തന്നെ നിധി കേൾക്കുമ്പോൾ ഇനി നിധി ശിവാനിയെ അടിച്ചിറക്കുന്ന ആ കിടിലൻ എപ്പിസോഡ് എത്തിയിട്ടോ. അങ്ങനെ ഗൗതം ആരാണെന്നുള്ള സത്യം പറയുന്ന ആ ഒരു ഇതിങ്ങനെ വസുന്ധരയും അതുപോലെ തന്നെ പാറുവും തമ്മിലിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാറു പറയുന്നുണ്ട്, ദേ വസു, നീ പല തവണകളായി ഇത് തന്നെ ഇങ്ങനെ എടുത്തിട്ട് പറയുന്നു, ഇതിങ്ങനെ പറയല്ലേ, നമ്മളോട് പറഞ്ഞതല്ലേ, ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയരുതെന്ന്. എങ്ങനെയെങ്കിലും ഇത് നിധിയുടെ ചെവിയിലോ അതുപോലെ തന്നെ ഈ പറയുന്ന ഗൗതമിൻ്റെ ചെവിയിലോ കേട്ട് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവും. അതിനുള്ള നമ്മളായിട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ, എന്നാൽ നിങ്ങൾ ഒരു പണി ചെയ്യണം, ഇനി ഓഫീസിലോട്ട് നിധി ജോലിക്ക് വരാൻ പാടില്ലെന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം. ഇനി മുതൽ സെക്രട്ടറിയായി ശിവാനി കൂടെ നിൽക്കട്ടെ എന്ന് പറയണം കേട്ടോ. ഗൗതമിൻ്റെ സെക്രട്ടറി ഇനി ശിവാനി ആവട്ടെ എന്ന് പറയണം. അത് കേൾക്കുന്ന പാറു പറയാം, ഒരിക്കലും നടക്കില്ല. ഗൗതമിൻ്റെ സെക്രട്ടറി ആവേണ്ടവളും ഭാര്യ ആവേണ്ടവളും അത് നിധിയാണ്, അല്ലാതെ ബാക്കിയുള്ളവരല്ല എന്ന് പറയണം കേട്ടോ. ഇതേ സമയം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ മകനല്ല ഗൗതം, അത് നിങ്ങൾ ഓർക്കുന്നത് നന്ന്. അത് മറന്ന് നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ എനിക്കും എൻ്റേതായ രീതിയിൽ കളിക്കേണ്ടി വരും എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സങ്കടമാവുകയാണ് ഇങ്ങനെ പാറുവിന്. അങ്ങനെ പാറു ഇങ്ങനെ കരയാണ്. അപ്പോൾ ഈ സമയമാണ് പാറുവിന് ചായയുമായിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇങ്ങനെ നിധി വരികയാണ്. അപ്പോൾ ഈ നിധി ഇങ്ങനെ പാറു കരയുന്നത്, ഗൗതമിൻ്റെ രഹസ്യം നീ വെളിപ്പെടുത്തല്ലേ പ്ലീസ് വസു, നീ ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കെഞ്ചി കരയുന്നത് അങ്ങ് കേൾക്കുകയാണ് കേട്ടോ. ആ കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ പാറു നിധി ഇങ്ങനെ മാറി നിൽക്കണം. അപ്പോൾ പാറു പറയണേ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് വസു, ഇടപെടുന്നതിനുള്ള ചാട്ടത്തിൽ നീ ഓരോന്ന് കാട്ടിക്കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഗൗതമിൻ്റെ ജീവിതമാണ് തകരുന്നത്, അത് മറക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്, നീ ഇപ്പോൾ ഗൗതമിനെ കുറിച്ചുള്ള ആ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ, ഒരു പ്രശ്നമുണ്ടാക്കല്ലേ എന്നുള്ള ആ വാക്കുകൾ അങ്ങ് പറയാൻ കേട്ടോ. അത് പറയുന്നതിനോട് കൂടിയിട്ട് നിധി അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ എൻ്റെ ഗൗതമിനെ കുറിച്ച് എന്തോ ഒരു രഹസ്യമുണ്ട്, അതെന്താണെന്ന് കണ്ടെത്തണം എന്ന് തന്നെ ഇങ്ങനെ നിധി ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ സമയം പാറു സൈഡിലോട്ട് നോക്കുമ്പോൾ നിധി അവിടെ നിൽക്കുന്നത് കാണുന്നത്. അത് കാണുന്നതിനോടുകൂടി പെട്ടെന്ന് വസു, ഞാൻ പറഞ്ഞില്ലേ അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വാക്കുകൾ കൊണ്ട് തട്ടി മാറ്റണം കേട്ടോ. അപ്പോൾ ഈ സമയം നിധി അവിടെ ഉണ്ടെന്ന് വസുന്ധരയ്ക്ക് മനസ്സിലായി. അങ്ങനെ വസുന്ധര അങ്ങ് പോവാണ്. അപ്പോൾ ഉടൻ തന്നെ അവിടെ നിധി വന്നിട്ട് പാറുവിനോട് ചോദിക്കുകയാണ്, അമ്മ, വസുന്ധര ആൻറ്റി എന്തിനാണ് അമ്മയെ ഭീഷണിപ്പെടുത്തുന്നത്? ഗൗതമിൻ്റെ ആ രഹസ്യം വെളിപ്പെടുത്തുമെന്നോ എന്തൊക്കെ പറഞ്ഞു, എന്താണ് എൻ്റെ ഗൗതം സാറിനെ കുറിച്ചിട്ടുള്ള ആ രഹസ്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അവിടെ പ്രത്യേകിച്ച് ഒരു രഹസ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ കേട്ടു, അമ്മ വസുന്ധര ആൻറ്റിയുടെ മുന്നിൽ കരയുന്നത് ഞാൻ കണ്ടു. ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, നീ പണി ചെയ്യുന്നെങ്കിൽ നീ പണി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ ഇടപെടേണ്ട എന്നിങ്ങനെ പാറു പറഞ്ഞിട്ട് വിടുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം നിധിയുടെ ഉള്ളിൽ കൂടുതൽ സംശയമായി തൻ്റെ അമ്മ എന്തോ മറച്ചു വെക്കുന്നുണ്ട്, ആ സത്യം എന്താണെന്ന് കണ്ടെത്തണം എന്നുള്ള ആ വാശി നിധിയുടെ ഉള്ളിലാവാണ് കേട്ടോ. പിന്നീട് നിധി എന്ത് ചെയ്യും, ഗൗതം ഓഫീസിലോട്ട് പോകുന്നതിന് മുന്നേ ഗൗതമിനോട് ചോദിക്കുകയാണ്, ഗൗതം നിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഗൗതം പറയാണ്, സത്യം പറയാച്ചാൽ ഞാൻ പോലും അത് കണ്ടിട്ടില്ല, അത് എവിടെയാണാവോ അമ്മ വെച്ചിരിക്കുന്നത് എന്ന് പറയണ്ട. അല്ല, നിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എങ്ങനെയാണ് ഇപ്പോൾ ജാതകവും കാര്യങ്ങളൊക്കെ കുറിച്ചത്? ജാതകമൊക്കെ ഉണ്ടാവുമല്ലോ, അതും ഇവിടെ കാണുന്നില്ലല്ലോ. നീ എന്നാണ് ശരിക്കും നിൻ്റെ ജന്മദിനം വരുന്നു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ ഞാനത് കണ്ടിട്ടില്ലല്ലോ, എന്താ അതിങ്ങനെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്? ഗൗതം സാറിൻ്റെ എല്ലാ ഫയലുകളിലും എല്ലാതും ഇവിടെയുണ്ട്, പക്ഷേ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമില്ല, അതെന്ത് എന്ന് ചോദിക്കുമ്പോൾ, എടോ ഈ കഴിഞ്ഞ കാര്യങ്ങൾ എന്തിനാ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്? ബാക്കിയെല്ലാം നടന്നില്ലേ? അല്ല, ഗൗതമിൻ്റെ ചെറിയ കുഞ്ഞിലെയുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കാൻ, എന്തിനാ ഇപ്പം നീ എൻ്റെ കുഞ്ഞിലെയുള്ള ഫോട്ടോ ചോദിക്കുന്നത്? എനിക്ക് നേരിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല, പിന്നെ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കും.
സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം നിധിക്ക് മനസ്സിലായി ആ ഒരു രഹസ്യം, എന്തോ ഒരു രഹസ്യമുണ്ട്, അത് ജന്മത്തെ കുറിച്ചിട്ടുള്ള രഹസ്യം തന്നെയാണ്. അങ്ങനെ നിധി ഇനി എന്തായാലും പാറുവാൻ്റിയുടെ റൂമിലൊന്ന് ചെക്ക് ചെയ്യാം, അതായിരിക്കും നല്ലത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ സമയമാണെങ്കിലോ പാറു ഇങ്ങനെ തൻ്റെ ഭർത്താവ് വിളിച്ചിട്ട്, ഗോപി വിളിച്ചിട്ട്, ഒരു ഇൻഷുറൻസ് ഉണ്ട് നമ്മുടെ ഗൗതമിൻ്റെ പേരിൽ, അതിൻ്റെ ഫയലൊന്ന് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് വീഡിയോ കോളിൽ ഇങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം അത് കാണുന്നില്ല എന്ന് പറയുമ്പോഴാണ് നിധി കയറി വരുന്നത്. അങ്ങനെ നിധി ചോദിക്കുകയാണ് എന്താ പ്രശ്നമെന്ന് നിധി ചോദിക്കുക. അപ്പോൾ ഉടൻ തന്നെ ഗൗതമിൻ്റെ ഒരു ഇൻഷുറൻസിൻ്റെ പേപ്പർ കാണുന്നില്ല, അത് ചോദിച്ചതാണെന്ന് പറയട്ടോ. അപ്പോൾ ഇവിടെ അമ്മേ ഞാൻ തിരയാമെന്ന് പറയണം. ഇത് കേൾക്കുന്ന നിധിയോട് പാറു പറയണത്, ഇതേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ ഇടപെടണ്ട. അതിന് ആവശ്യമില്ലാത്ത കാര്യം എന്താ അമ്മ ഞാൻ ചെയ്തത്? അമ്മയെ സഹായിക്കുന്നത് ഒരു ആവശ്യമില്ലാത്ത കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, ഇത് ഞാൻ തിരഞ്ഞോളാം, എന്നാൽ ഞാനും കൂടി കൂടെ നോക്കട്ടെ, ഇത് എന്ത് ഫയലാണെന്ന് ഞാൻ നോക്കട്ടെ. നിധി നീ അത് അവിടെ വെക്കുന്നുണ്ട്, ആവശ്യമില്ലാത്ത ഫയലുകൾ എടുത്തു നോക്കണ്ട എന്ന് പറയണ്ട. എന്താ അമ്മ ഇങ്ങനെ ഒരു സംസാരം എന്നോട് എന്ന് ചോദിക്കാനേട്ടാ. നിധി നീ താഴെ ചെന്ന് എന്തെങ്കിലും പണിയുണ്ടോ എന്ന് നോക്ക്, എല്ലാ പണികളും കഴിച്ചിട്ടാണ് അമ്മയെ സഹായിക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് വന്നത്, ഇത് ഞാൻ തിരഞ്ഞോളാം, നീ അങ്ങ് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിടണേട്ടോ. ഇതേ സമയം നിധി ഉറപ്പിച്ചു എന്തോ ഒരു കാര്യമുണ്ടെന്ന്. അപ്പോൾ ഇത് ശിവാനി ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ ശിവാനിക്ക് മനസ്സിലായി ഇവർ തമ്മിൽ എന്തോ ഒരു രഹസ്യം മറച്ചു വെക്കുന്നുണ്ടെന്ന് ശിവാനിക്ക് മനസ്സിലായി കേട്ടോ. അങ്ങനെ ശിവാനിയും അത് കണ്ടെത്തണമെന്നുള്ള തീരുമാനമെടുക്കണം. അങ്ങനെ വസുന്ധരയുടെ അടുത്തോട്ട് പോകണം. അങ്ങനെ വസുന്ധരയോട് പറയണേ, ദേ ആൻറ്റി ഈ നിധിയെയും പാറുവിൻ്റെയും എങ്ങനെയെങ്കിലും വസുന്ധര ആൻറ്റിയെ പിടിച്ചു നിർത്തണം. അതെന്തിനാടി? അല്ല അന്ന് ആ ടെൻഡർ അടിച്ച് മാറ്റിയ ആ ഒരു വോയിസ് ഉണ്ടല്ലോ, അതായത് ആ പ്യൂണുമായി നമ്മുടെ എന്താണ് കമ്പനിയിലെ ആ ചെറുക്കനുമായി സംസാരിച്ച ആ ഒരു ഇതുണ്ടല്ലോ, ആ വോയിസുകൾ, അത് അവളയിൽ ഷെയർ ചെയ്തിട്ട് അത് ഗൗതമിന് കേൾക്കുമെന്നൊക്കെ അവൾ പറഞ്ഞില്ലേ. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ, അത് സത്യമാണെങ്കിൽ ഞാൻ അത് ഡിലീറ്റ് ചെയ്തോളാം, പിന്നീട് അവളെ നമുക്ക് പേടിക്കണ്ടല്ലോ. അപ്പോൾ ഇത് കേൾക്കുന്ന വസുന്ധര പറയുന്നത്, നല്ല കാര്യം, നീ അത് ചെയ്യെന്ന് പറയണ്ട. എന്നാൽ നിധിയെയും പാറു ആൻറ്റിയെയും അവിടെ പിടിച്ചു നിർത്തണമെന്ന് പറയണം. അങ്ങനെ വസുന്ധര എന്ത് ചെയ്യുന്നു, കിച്ചണിലോട്ട് പോവാണ്. എന്നിട്ട് കിച്ചണിൽ ചെന്നിട്ട് വസുന്ധര പറയാണ്, ദേ ഞാനും സഹായിക്കാൻ കൂടാമെന്ന് പാറുവിനോട് പറയുമ്പോൾ പാറു പറയണേ, എന്നെ സഹായിക്കാനൊന്നും കൂടണ്ട, അങ്ങനെ പറയല്ലേ, എനിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് പണി ചെയ്യണം, എപ്പോഴും ഇങ്ങനെ എൻ്റെ ചേച്ചി മാത്രം ചെയ്താൽ പോരല്ല, ഞാനും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ, ഏട്ടത്തി മാത്രം ചെയ്താൽ പോരല്ല എന്നൊക്കെ പറഞ്ഞ് സഹായിക്കാൻ കൂടാണ് കേട്ടോ. അപ്പോൾ ഈ സമയം കാണാം നിധി പതുക്കെ അവിടെ നിന്നും പോയിട്ട് പാറുവിൻ്റെ റൂമിൽ ഓരോന്നും ഇങ്ങനെ എടുത്ത് ചെക്ക് ചെയ്യണം. അങ്ങനെ അതിൽ നിന്നും ഒരു ആശ്രമത്തിലോട്ട് ഒരു 25,000 രൂപ ഒരു 28 വർഷം മുന്നേ 29 വർഷം മുന്നേ അടച്ച ആ ഒരു ബില്ല് ഇങ്ങനെ കിട്ടുകയാണ് കേട്ടോ. പക്ഷേ ആ ആശ്രമം ഏത് എന്നുള്ള ആ പേര് അവിടെ നിന്ന് പോയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതേ സമയം നിധിയുടെ ഉള്ളിൽ സംശയം വരികയാണ്, ഇത് എന്താ ഇങ്ങനെ എന്നുള്ള ആ ഒരു സംശയം വരികയാണ് കേട്ടോ. ഇത് ഗൗതമിനെ കുറിച്ചുള്ള എന്തോ ഒരു രഹസ്യമാണ്, ഗൗതം എന്തോ ഒന്ന് ഇവർ മറച്ചു വെക്കുന്നുണ്ട്, അതെന്താണെന്ന് എനിക്ക് കണ്ടെത്തണം, അതെൻ്റെ ആവശ്യമാണ് എന്ന് നിധി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് എന്ത് ചെയ്യുന്നു, ശിവാനി നിധി അവിടെ നിന്നും ആ ഫോൺ അവിടെ വെച്ച് പോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയമാണ് ശിവാനി ഇങ്ങനെ വസുന്ധരയോട് കണ്ണിട്ട് കാണിക്കുന്നത്, നിധി ആ റൂമിലുണ്ട്, അവളുടെ ഫോണ് താഴെ ഇരിക്കുന്നതെന്നിങ്ങനെ കണ്ണിട്ട് കാണിക്കണം താഴെ കിച്ചണിൽ വന്നിട്ട്. അപ്പോഴേക്കും വസുന്ധര എന്ത് ചെയ്യുന്നു, തൻ്റെ കൈ മനഃപൂർവ്വം കത്തി കൊണ്ട് മുറിയാക്കിയിട്ട് വസുന്ധര അങ്ങ് അലറാണ്. അയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് അലറി വിളിച്ച് കരയാണ്. അപ്പോൾ ഉടൻ തന്നെ അവിടെ പാറു, നിധി നീ മെഡിസിൻ ബോക്സ് എടുത്ത് പെട്ടെന്ന് വാ എന്ന് പറയണേ. എന്നാൽ ഈ സമയം നിധി തനിക്ക് കിട്ടിയ ആ പേപ്പർ അവിടെ അങ്ങ് ഇട്ടിട്ട് പെട്ടെന്ന് മെഡിസിൻ ബോക്സ് എടുത്തും കൊണ്ട് താഴോട്ട് ചെല്ലണം കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ശിവാനി ആ റൂമിലോട്ട് കയറുകയാണ്. എന്നിട്ട് ശിവാനി എന്ത് ചെയ്യാണ്, നിധിയുടെ ഫോൺ എടുത്ത് യൂണിയൻ നേതാവുമായി ടെൻഡർ അടിച്ച് മാറ്റാൻ വേണ്ടി ഒത്തുകളിച്ച ആ ഒരു ഇതുണ്ടല്ലോ, ആ വോയിസുകൾ വസുന്ധരയുടെ ഫോണിൽ നിന്ന് സംസാരിച്ച വോയിസ് നിധിയുടെ ഫോണിലോട്ട് ഷെയർ ചെയ്തിരുന്നല്ലോ, അതൊക്കെ അങ്ങ് പെട്ടെന്ന് കട്ട് ചെയ്യാണ് കേട്ടോ, ഒക്കെ ഡിലീറ്റ് ചെയ്യാണ്. അങ്ങനെ ഈശ്വര രക്ഷപ്പെട്ടു എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് ശിവാനിയുടെ ഉള്ളിൽ ആ കള്ളക്കുറുക്കം പുറത്തു വരികയാണ്. അങ്ങനെ മെഡിസിനൊക്കെ കയ്യിൽ വെച്ച് കെട്ടിക്കൊടുത്തിട്ട് നിധി തൻ്റെ റൂമിലോട്ട് തിരിച്ചു വരുമ്പോഴാണ് ശിവാനിയുടെ ഉള്ളിലെ കള്ളക്കുറുക്കം പുറത്തു വരുന്നത് കേട്ടോ. അങ്ങനെ ശിവാനി നിധിയുടെ സ്വർണത്തിൻ്റെ ബോക്സ് എടുക്കണം, എന്നിട്ട് ഇവളുടെ സ്വർണ്ണം അടിച്ചു മാറ്റണം, ഇവിടെ നിൽക്കുമ്പോഴേക്കും ഒരുവിധം സ്വർണ്ണങ്ങളൊക്കെ അടിച്ചു മാറ്റണം എന്നുള്ള ആ ഒരു തീരുമാനം
തീരുമാനമെടുക്കണം കേട്ടോ. എന്നിട്ട് ആ മാലകളൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴാണ് തൻ്റെ അമ്മ രേണുകയുടെ ഫോൺ കോൾ വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ ആ ഫോൺ എടുക്കുകയാണ്. ഈ അമ്മ ഒരു പണി ചെയ്യാനും സമ്മതിക്കില്ല, അമ്മക്ക് വിളിക്കാൻ കണ്ട സമയം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫോൺ ദേഷ്യത്തോടു കൂടി എടുക്കുന്നത് തന്നെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഈ ഫോൺ എടുത്തിട്ട്, എന്തിനാ അമ്മ ഈ നേരത്ത് വിളിച്ചത്? എന്താടി ഞാൻ വിളിച്ചത് നിനക്ക് ബുദ്ധിമുട്ടായോ? അതുകൊണ്ടല്ല, ഞാൻ ഇവിടെ വേണ്ടപ്പെട്ട ഒരു പണി ചെയ്തും കൊണ്ടിരിക്കുകയാണ്. എന്ത് പണി എന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ ഇവിടെ കുറച്ച് സ്വർണം അടിച്ചു മാറ്റുകയാണ്. നീ ഇപ്പോഴാണ് അതൊക്കെ ചെയ്യുന്നത്? എന്നോ നിൻ്റെ പേരിൽ കുറച്ച് സ്വർണ്ണമാക്കേണ്ടായിരുന്നു. കാരണം നിന്നെ എന്നാണ് അവിടെ നിന്ന് പടിക്ക് പുറത്താക്കുക എന്ന് പറയാൻ പറ്റില്ല എന്നിങ്ങനെ രേണുക ശിവാനിയോട് പറയുമ്പോൾ ശിവാനി പറയാണ്, എന്നെ പുറത്താക്കൊന്നുമില്ല, ഞാൻ എന്തായാലും ആ ഗൗതമിനെ എൻ്റെ ഭർത്താവാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആക്കിയിരിക്കും. അതിനുള്ള പണിയാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ചെയ്ത് വെച്ചും കൊണ്ടാണ് ഞാൻ ഇനി പുറത്തോട്ട് പോകുന്നത്. അതോടുകൂടി അവളെ ഏതിനും സപ്പോർട്ട് ചെയ്യുന്ന പാറു പോലും അവളെ തള്ളിപ്പറയും എന്ന് പറയുന്നത് നിധി കേൾക്കണം കേട്ടോ. നിധി അങ്ങ് കേട്ടിട്ട് നിധി എന്ത് എടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെന്നിട്ട് തലങ്ങും വിലങ്ങും ആ ഫോണ് കട്ട് ചെയ്യാതെയും കണ്ട് അങ്ങ് ബെഡിലോട്ട് ഒറ്റയേറെ. അപ്പം ഇത് രേണുക കേൾക്കുന്നുണ്ട്. നീ എന്താടി എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ ഭർത്താവിനെ നീ സ്വന്തമാക്കാനാണോടി നീ ഇവിടെ നിൽക്കുന്നത്? എടി വഞ്ചകി, നിന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് നിൻ്റെ അച്ഛൻ പോലെ ഇറക്കി വിട്ടപ്പോൾ നിന്നെ ഞാൻ വിശ്വാസത്തോടു കൂടി ഈ വീട്ടിലോട്ട് കൈപ്പിടിച്ച് കൊടുത്തിട്ട് നീ എനിക്ക് തരുന്ന ശിക്ഷ ഇതാണോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒച്ചയെടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം രേണുക എൻ്റെ മോളെ ഒന്നും കാട്ടില്ലേ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, നിധി ശിവാനിയെ തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുകയാണ്. എന്നിട്ട് കരണം നോക്കി ഒന്നങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ രേണുക ഉറക്കി ഫോണിലൂടെ വിളിച്ച് പറയണം, എൻ്റെ കുഞ്ഞിനെ ഒന്നും കാട്ടില്ലേന്ന്. അപ്പം നിധി ഫോൺ എടുക്കണം, നിങ്ങളുടെ കുഞ്ഞിനെ ഒന്നും കാട്ടില്ലേന്ന്, നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കാട്ടരുതെന്ന് കരുതിയിട്ട് ഞാൻ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്നിട്ട് അവൾ എൻ്റെ ഭർത്താവിനെ തന്നെ അവൾ അടിച്ചു മാറ്റാൻ നോക്കുന്നു. അങ്ങനെയുള്ള ഇവളെ ഇവിടെ നിർത്തണോ വേണ്ടതെന്ന് ഞാനാണ് ഇനി തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശിവാനിയെ വലിച്ചഴിച്ചും കൊണ്ട് ഗൗതമിൻ്റെയും പാറുവിൻ്റെയും മുന്നിലോട്ട് അങ്ങ് ചെല്ലാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പാറുവും ഗൗതമും താഴെ നിൽക്കുന്നുണ്ടാവും. എന്താ ശിവാനിയെ നീ ഇങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുവരുന്നതെന്ന് പാറു ചോദിക്കുമ്പോൾ, അമ്മ പറഞ്ഞ വാക്കുകൾ ഇന്ന് ഞാൻ അതിന് വില കൊടുക്കുന്നു. അമ്മ അന്ന് എന്നോട് പറഞ്ഞു, ഇവളെ ഇവിടെ വിശ്വസിക്കരുത്, നിൻ്റെ കുടുംബജീവിതം ഇവൾ തകർക്കുമെന്ന്, എൻ്റെ ഗൗതമിനെ ഇവൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അന്ന് അമ്മ എന്നോട് പറഞ്ഞു. പക്ഷെ ആ വാക്കുകൾക്ക് ഞാൻ യാതൊരു മൂല്യവും കൽപ്പിച്ചു ഇല്ല. ഇപ്പോഴെനിക്ക് അതിന് തിരിച്ചടി കിട്ടി എന്ന് പറഞ്ഞിട്ട്, എന്താ മോളെ, ഇവളുടെ അമ്മയോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറയട്ടോ. എന്നിട്ട് എല്ലാവർക്കും മുന്നിലിട്ട് അവളെ അങ്ങ് അടിക്കുകയാണ്. അതോടുകൂടി ഗൗതം ചോദിക്കുകയാണ്, ഇനി നിൻ്റെ തീരുമാനം എന്താ? ഇവളെ ഞാൻ ഇവളുടെ വീട്ടിൽ തന്നെ കൊണ്ടാക്കി വിടും. ഇവിടെ ഇനി ഇവൾ നിൽക്കില്ല. എനിക്കെൻ്റെ ഗൗതമിനെ ആർക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ എന്ന് ഗൗതം പറയാണ്. ഇത് കേൾക്കുന്ന വസുന്ധര ശിവാനി ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ശിവാനി തൻ്റെ പെട്ടി പാക്ക് ചെയ്യുമ്പോൾ വസുന്ധര വന്നിട്ട് പറയാണ്, എടി ഇതുവരെ കാര്യങ്ങൾ എത്തിച്ചു കൊണ്ടിട്ട് ഇപ്പോൾ നീ അവൾക്ക് പിടികൊടുത്തില്ലേ, ഇനി നീ അനുഭവിച്ചോ, നിൻ്റെ വീട്ടിലോട്ട് പോയിക്കോ, അല്ലാതെ യാതൊരു രക്ഷയില്ല, എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് പറയണ്ട. അങ്ങനെ ശിവാനിയുടെ യഥാർത്ഥ മുഖം എന്തെന്ന് നിധി കണ്ടു. അങ്ങനെ നിധി തന്നെ എല്ലാവർക്കും മുന്നിലിട്ട് അടിച്ചിറക്കുന്ന ആ കിടിലൻ രംഗം വരാനിരിക്കുന്നുണ്ട്.